ഒരു പടം കഴിഞ്ഞിട്ട് നമ്മളിപ്പോ വീട്ടിൽ വന്നിരുന്നാലും അടുത്ത പടം ഏതാ, പടം ഉണ്ടോ, അങ്ങനെ ചോദ്യം കുറേ നേരിട്ടിട്ടില്ലേ? അല്ല, അത് വേണം, ചോദിക്കണമെന്നാണ്. അപ്പൊ നമുക്ക് ഉള്ളിലൊരു ആദ്യമില്ലേ? ശരിയാണല്ലോ, അത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ? ഇത്രയും ചിരിച്ചു കളിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഉള്ളിൻ്റെ ഉള്ളിൽ കരഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞ എന്ത് ഉത്തരം തരും? ഉറപ്പായിട്ട് കാര്യമില്ല. ഉള്ളിലുള്ളല്ല വിട്ട് കരഞ്ഞിട്ടുണ്ട്. ആണുങ്ങളാണോ ഏറ്റവും കൂടുതൽ കരയെന്ന് എനിക്ക് തോന്നുന്നു, പെൺപിള്ളേരെ കാട്ടിലും. ആണുങ്ങളുടെ കരച്ചിലൊരു പവർ ഉണ്ടെന്നാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. കാരണം ആണുങ്ങൾ അങ്ങനെ കരയുന്നതല്ല, കൂടുതൽ. പക്ഷെ കരയുമ്പോൾ നമ്മൾ ഒരു വിട്ട് കരയും. ഞാനൊക്കെ വിട്ട് കരയാറുണ്ട്. കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയിട്ട് കാര്യമുണ്ട്. മറ്റ് ഭാഷകളുള്ള സിനിമയിൽ അഭിനയിക്കുമ്പം നമ്മുടെ ഭാഷയുള്ള സിനിമയിൽ നമ്മൾ വ്യത്യാസം എന്തുവാ കണ്ടിട്ടുള്ളത്? മറ്റു ഭാഷയിൽ അഭിനയിക്കുമ്പോ മലയാളം, മറ്റേ തമിഴ്. എന്റെ മെയിൻ ആഗ്രഹം എന്ന് പറഞ്ഞാൽ വലിയ പടത്തിൽ അഭിനയിക്കണം. ആൾക്കാർ ഒരിക്കലും മറക്കാം. ഇപ്പൊ KGF ആൾക്കാർ മറക്കത്തില്ല. റോക്കി ബായ് വന്നു. ഇനി ചരിത്രം എത്ര കുറിച്ചാലും പുള്ളി ഒരു പടം ചെയ്തില്ലെങ്കിൽ റോക്കി ബായ്. ഡാപ്സി മുത്തല്ലേ? ഡാപ്സി അടിപൊളിയാ. ഡാപ്സി പാവാണ്. ഡാപ്സി ഇങ്ങനെ പുറമേ കാണുന്ന രീതി ആൾക്കാർ പറഞ്ഞ ആളല്ല, എനിക്കൊന്നുമില്ല. നല്ലൊരു വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഉണ്ടായ ഒരു മകനാണ്. മാങ്ങ ഉള്ളിടത്തെ കല്ലെറി എന്ന് പറയും. നമ്മുടെ മാങ്ങയൊക്കെ എങ്ങനെയുണ്ട്? നമ്മുടെ മാങ്ങയൊക്കെ ഓക്കെയാണ്. മച്ചാൻ ഒരു പാട്ടുകാരനാണോ? പാടിയിട്ടുണ്ട്. പിന്നെ അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്റെ കൂടെ പഠിച്ച, എന്റെ 10ാം ക്ലാസ്സിൽ പഠിച്ച എന്റെ കൂട്ടുകാർക്കൊക്കെ ഓർമ്മയുണ്ടാവും. അപ്പൊ ഞാനും പേര് കൊടുത്തു പാട്ട് കൊടുത്തും പോയി പാട്ട് പാടി പാടുന്നുള്ളൂ. അപ്പൊ ഞാൻ ഏതാ സെലക്ട് ചെയ്ത പാടെന്ന് പറയാം, ലജ്ജാവതി. ജാസിഫ് അദ്ദേഹത്തിന്റെ സൗണ്ടൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് ലജ്ജാവതി എന്നൊക്കെ പാട്ടൊക്കെ പാടിയൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇതിന് വേറെ പ്രശ്നമുണ്ട്. ഇതിന് ആദ്യത്തെ സാധനം ഉണ്ടല്ലോ, ബ്രദർ ഭയങ്കര കണക്ട് ആണ്. ഞങ്ങൾ ചെറുപ്പത്തിൽ ഞങ്ങൾ ഭയങ്കര കിരിമ്പമ്പായിരുന്നു. ഞങ്ങള് അടി ഉണ്ടാക്കിയ കാരണത്തിൽ മാത്രം അദ്ദേഹത്തിനെ ബോർഡിങ്ങിലേക്ക് വിട്ടു. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് ബോർഡിംഗ് ആയിരുന്നു. എന്നെ വീട്ടിൽ നിർത്താതിരിക്കാൻ കാരണം ഇവനാണ്. അന്ന് ഞങ്ങൾ ഭയങ്കര ശത്രുക്കളായിരുന്നു കുറച്ചാണ്. ഞങ്ങൾ കണക്ട് ആയി കഴിഞ്ഞപ്പോ ഞങ്ങള് രണ്ടും കണക്ട് ആയൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോ ഞങ്ങള് തെറ്റാണ്. മച്ചാന്റെ ഫ്രണ്ട്സിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണ്? പിന്നെ ഫ്രണ്ട്സ് ആണല്ലോ നമ്മുടെ എല്ലാം. മസിലൊന്ന് കാണിക്കാവോ? ഒന്ന് ഉള്ളത് കാണിച്ചേ. ഒരു പിടുത്തം പിടിച്ച് ഇത്രേ ആയിട്ടുള്ളൂ. ഇനി ബാക്കി പിടിക്കണം. ഇതിലും ഉണ്ടായിരുന്നു. പിന്നെ പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ നല്ല 6 പാക്ക് ആയി നല്ല ബോഡി ആയിട്ട് വന്ന സമയത്തെ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ, ഓ നമുക്ക് ഈ ബോഡി ഒന്നും പറ്റത്തില്ലടേ, നമുക്ക് ഈ ബോഡി വേണ്ട? പിന്നെ അങ്ങനെ ഒരു അനുഭവം പങ്കുവെക്കാവോ? അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു സമയത്ത് തട്ടത്തിൽ മറയത്തിന്റെ സമയത്തൊക്കെ ഞാൻ 6 പാക്ക് ആയിരുന്നു. ആ പടത്തിൽ പറയുന്നത്. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ പല ഡയറക്ടർമാരെ പോയി കാണുന്ന സമയത്ത് അവരൊക്കെ പറയും, ഹൈറ്റ്, ഭയങ്കര സൈസ്, ഈ ബോഡി ഫിഗർ ഒന്നും പറ്റില്ല ബ്രോ, നിങ്ങൾ ഇതൊക്കെ ജിമ്മടിയൊക്കെ ഒന്ന് വിട്ടിട്ട് ലൂസ് ബോഡിയൊക്കെ ആക്കിയിട്ട് വാന്ന് പറഞ്ഞു. അപ്പൊ കുറെ കേട്ട് ഞാൻ ജിമ്മടിയൊക്കെ നിർത്തി. നമ്മുടെ വയറിലോട്ട് അങ്ങ് വന്നു. വയറിലൊക്കെ വന്ന് ഫാമിലി പാക്കായി. അപ്പോഴും സിനിമയില്ല. അപ്പൊ പിന്നെ ഞാൻ വലിച്ചു, അതിലൊന്നും ഒരു കാര്യമില്ല, ബോഡിയിലൊന്നും ഒരു കാര്യമില്ല. ബോഡി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് എന്താ പറയാ, എനിക്ക് അറിയില്ല അങ്ങനെ. ഇപ്പൊ ബോഡി, നിറം, കഴിവ്, ഇത് മൂന്നും ഒരേ തുല്യമാണോ? ബോഡി, നിറം, കഴിവ്, ഇത് മൂന്നും ഒരു ആക്ടറിന് വേണോ, അല്ല പ്രാധാന്യമാണോ? ഇത് മൂന്നിൽ ഏറ്റവും മെയിനുള്ള കഴിവ് തന്നെ. അല്ലാതെ ബോഡി നിറത്തിലൊക്കെ എന്താ കാര്യം ഇരിക്കുന്നത്? നിറത്തിലൊന്നും ഒരു കാര്യമില്ല. ഹൈറ്റിൽ എന്താ കാര്യം ഇരിക്കുന്നത്? ഹൈറ്റിൽ എന്താ കാര്യം? എന്താ കാര്യം? അമീർ ഖാൻ എന്നൊരു ആക്ടറെ അറിയാം. നിങ്ങൾക്ക് എത്ര ഹൈറ്റ് ഉണ്ട്? 5.2 അങ്ങനെ ഉള്ളൂ. പുള്ളി ആരാണ്? നിറമൊന്നും അങ്ങനെ ഒരിക്കലും പറയാം. നിറത്തിലൊന്നും ഒരു കാര്യമില്ല. മച്ചാനെ, മോഡലിംഗ് എത്ര ഗുണം ചെയ്തിട്ടുണ്ട് സിനിമയായിട്ടുള്ള യാത്രയില്? മോഡലിംഗ് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. എന്നെ ഇവിടെ പിടിച്ച് സസ്റ്റെയിൻ ചെയ്ത് ഇവിടെ നിർത്തി, കൊച്ചി നിർത്തി. അപ്പൊ ആ സമയത്ത് മോഡലിംഗ്, പിന്നെ ഒരു സ്റ്റേജ് ഫിയറും ആൾക്കാരുള്ള ഫിയറൊക്കെ മാറി. ഒരു സദസ്സിനെ നമുക്ക് ചെയ്യാൻ പറ്റി. കുറെ ആൾക്കാരുടെ മുന്നിലേക്കാണ് നമ്മൾ റാമ്പ് ബുക്ക് ചെയ്ത്. പണ്ട് മിണ്ടാനൊക്കെ മടിയായിരുന്നോ? അങ്ങനെ ഇടിച്ചു കയറി മിണ്ടാത്തൊരു ടൈപ്പ് ആയിരുന്നോ? ഇപ്പോഴും ഞാൻ അങ്ങനെ ഇടിച്ചു കയറി മിണ്ടൊന്നുമില്ല. ഇച്ചിരി ആറ്റിറ്റ്യൂഡ് ഒക്കെ ഉണ്ട് എനിക്ക്. ഈ ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇടുന്ന സമയത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, നിനക്ക് എന്നാണ് ഷോ ഇത്രയും ജാടയൊന്നും പറ്റത്തില്ല? പറയാനൊന്നുമില്ല. എല്ലാവർക്കും എന്നോട് എന്റെ അടുത്ത് പേടിയുന്ന ആൾക്കാർ പറഞ്ഞു, എനിക്കറിയത്തില്ല എന്തുകൊണ്ടാ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ പല ആൾക്കാരും പറഞ്ഞു പുള്ളിക്ക് ഭയങ്കര ആറ്റിറ്റ്യൂഡാന്ന് ഞാൻ കേട്ടു. പല ആൾക്കാരും പറഞ്ഞ് ഞാൻ എന്റെ ചെയ്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ആൾക്കാർക്ക് അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ അങ്ങനെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആറ്റിറ്റ്യൂഡ് അല്ല. ഞാൻ എന്താ പ്രശ്നം എന്ന് പറയാം, എനിക്ക് കഴിഞ്ഞിടയ്ക്ക് ആ ഒരു ഫീല് മാറി തുടങ്ങി. പണ്ടൊക്കെ ഈ ആൻമരിയും പടങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈസിലി ലുലു മാളിലും അവിടെയൊക്കെ പോകും.
ചിലപ്പോൾ ഞാൻ ചമ്പക്കര മാർക്കറ്റിലൊക്കെ പോകുന്ന ആളാണ്. അവിടെയൊക്കെ പോകുമ്പോൾ ആൾക്കാരെ നോക്കി ചിരിക്കാം. അപ്പൊ ആദ്യം ഞാൻ എന്തിനാ ചിരിക്കുന്ന, പുള്ളി അവിടെ കണ്ടിട്ടുണ്ടോ ഇല്ല. ഇങ്ങനെ കുറെ പ്രാവശ്യം കഴിഞ്ഞാൽ മനസ്സിലായി, പിന്നെ ഇവരെന്നെ കണ്ടിട്ട് സിനിമ കണ്ടായിരിക്കും ചിരിക്കുന്നത്. അപ്പോഴും അത് മനസ്സിലാക്കിയില്ലല്ലോ എന്റെ പൊന്നള. ഇത് നമ്മൾ ചിന്തിക്കുന്നല്ലോ. നമ്മൾ നാട്ടിൽ താറ നടക്കുന്നതാണ്. ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ചുമ്മാ പപ്പടം ആക്റ്റീവ് എടുത്ത് പപ്പടം ഉള്ളിട്ടെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യിലും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും പോകും. ആൾക്കാരെ കണ്ടാ എന്നാണ് വിശേഷം ചേട്ടാ അത്രേ ഉള്ളു, അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അപ്പൊ അതേപോലെയാണ് ഞാൻ ഇവിടെ നടക്കുമ്പോഴും അതൊക്കെ ഇപ്പം കുറച്ച് മാസ്ക് ഒക്കെ ഇട്ട് പോകും. വേറെ ഒന്നും കൊണ്ടല്ല, മാസ്ക് ഇട്ട് പോകുന്ന എന്നെ കണ്ട് മനസ്സിലാക്കി ഫോട്ടോ എടുക്കുന്നല്ല. ലുലുവൊക്കെ പോയി കഴിഞ്ഞാൽ മാസ്ക് ഇടാൻ ചില ആൾക്കാർ ഇവനൊക്കെ ഒരു പരിപാടി ഇല്ലേ, ഫുൾ ടൈം ലുലുവാണല്ലോ എന്ന് പറയിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാസ്ക് ഇട്ട് പോകാം. ഇത്രയും പടങ്ങൾ ചെയ്തിട്ട് പുറത്തിറങ്ങുന്ന സമയത്തെ ആരെങ്കിലും വന്നിട്ട് വേറെ നടനെ വെച്ച് കമ്പയർ ചെയ്യുവോ, അല്ലെ മനസ്സിലാകാതെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. കണ്ണു നിറയും. അതുണ്ട്. അത് പല ആൾക്കാരെ വെച്ച് പറയാറുണ്ട്. സണ്ണി വെയിൻ ആണോന്ന് ചോദിക്കാറുണ്ട് ആൾക്കാര്. ആൻസർ പോൾ ആണോ, ബൽവാൽ ദേവൻ ഒന്നും അല്ല, റാണയെ വെച്ച് പറയുന്നതാ. അപ്പൊ അങ്ങനെ പല ആൾക്കാരെ വെച്ച് പറയാറുണ്ട്. അപ്പൊ അത് ഞാൻ ആദ്യമൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി. പിന്നെ ഞാൻ ഓർത്തു, നമ്മൾ രജിസ്റ്റർ ആയിട്ടില്ല കംപ്ലീറ്റ്ലി. ജോൺ കൈപ്പള്ളിയിൽ അല്ല ഞാൻ എന്നുള്ള വ്യക്തി ആൾക്കാരിലേക്ക് രജിസ്റ്റർ ആയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സണ്ണി വെയിൻ ആണെന്നോ അല്ലെങ്കിൽ ആൻസർ പോൾ ആണെന്നോ ചോദിക്കത്തില്ല. അതെ, ഇത് മറ്റേ പുള്ളിയല്ലേ, ആ പടത്തിലെ പേര് പറയാൻ ബുദ്ധിമുട്ടാതെ പോലും ഇന്ന പടത്തിലെ ആളല്ലേ ആളല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും രജിസ്റ്റർ ആവണം, ഞാൻ ഇനിയും പടങ്ങൾ ചെയ്യണം, ഞാൻ ഇനിയും നല്ല പരിപാടികൾ ചെയ്യണം. അപ്പൊ അതെന്റെ തന്നെ കുഴപ്പമാണ്. അല്ല, അപ്പോഴും ഞാൻ ചോദിക്കുന്നത്, ഇത്രയും പടങ്ങൾ ചെയ്ത ആളുകൾക്ക് അറിയാമല്ലോ. എത്രയും പടങ്ങളൊന്നും ചെയ്തിട്ടില്ല, ആകെ 10 പടങ്ങൾ ചെയ്തിട്ടുള്ളൂ. അതിനകത്ത് കുറച്ച് പേരല്ലേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇനി പടങ്ങൾ ചെയ്യണം, നല്ല ഒരു പടത്തിൽ കംപ്ലീറ്റ് ത്രൂ ഔട്ട് നമ്മളെ രജിസ്റ്റർ ആവുന്ന പരിപാടി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോഴും ഞാൻ ചോദിക്കുന്നത്, ജോൺ കൈപ്പള്ളിയുടെ മനസ്സിലെ ഇതുവരെ എന്നെ സംവിധായകര് നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, അങ്ങനെ ഒരു ചാൻസ് എനിക്ക് വന്നിട്ടില്ല. അങ്ങനെ ഒരു ചാൻസ് വന്നിട്ടില്ല. എനിക്ക് ആൻമരിയൊക്കെ എന്നെ യൂസ് ചെയ്യുമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. പിന്നെ അങ്ങനെ കുറച്ച് പടങ്ങൾ എന്നെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നോട് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. നേരത്തെ ഇതൊക്കെ എനിക്ക് കുറച്ച് പ്രിപ്പയർ ചെയ്യണം. നമ്മൾ പെട്ടെന്ന് പോയി പരിപാടി നടത്താനുള്ള അത്രയും കഴിവുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പെട്ടെന്ന് നമുക്ക് അഭിനയിക്കാം. പക്ഷെ എനിക്ക് വരുന്ന പടങ്ങളൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ ഞാനിപ്പോ റീസെന്റ് ഒരു കന്നഡ പടം ചെയ്തു, ശേഷ എന്ന് പറഞ്ഞ പടം. കന്നഡയാണ്. ഞാൻ കന്നഡ ലൈഫിൽ പറഞ്ഞിട്ടില്ല, കന്നഡ സിനിമ കണ്ടിട്ടില്ല. ഞാൻ പെട്ടെന്ന് പോയി കന്നഡ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ ഒക്കെ ഭയങ്കര പ്രശ്നമാണ്. പടത്തിന്റെ പ്രോഡക്റ്റിൽ ബാധിക്കും. അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ പ്രിപ്പയർഡ് ആയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്. ആൻമരിയ ഭയങ്കര പ്രിപ്പയർഡ് ആയിരുന്നു. പിന്നെ അങ്ങനെ എടുത്തു പറയാൻ പ്രിപ്പയർഡ് ആയിട്ടുള്ള പടങ്ങൾ, മാസ്റ്റർ പീസ് കുറച്ചാണ്. ബാക്കി ഞാൻ ഇത്രയും പടങ്ങൾ എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ ഇവിടെ അങ്ങനെ പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല. മലയാളത്തിൽ അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ഞാൻ വേറെ ആളെ വിളിക്കാന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു പടം ഇപ്പൊ ഞാൻ പറയാം, ആട്ടം എന്നൊരു പടം. ആട്ടം നമ്മുടെ ആനന്ദ് ഏകർഷി ചെയ്തത്. ആട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആട്ടത്തിന് 1 month പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. 1 month അവരെ ഒരുമിച്ച് താമസിപ്പിച്ച് അവരൊരുമിച്ച് പരിപാടി ചെയ്ത് സ്ക്രിപ്റ്റും കാര്യം കൊടുത്തു, അവർ റിഹേഴ്സൽ ഷൂട്ട് ചെയ്തു, ലാസ്റ്റ് പടമായിട്ട് ഷൂട്ട് ചെയ്തു. പടത്തിന്റെ റിസൾട്ട് വന്ന് നാഷണൽ അവാർഡ് അടിച്ച പടമാണ്. അതെ, അങ്ങനെയുള്ള പടങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം. കാരണം അതൊക്കെ നമ്മൾ ഊറ്റിയെടുക്കുന്നേ, അത് വേണം, അതാണ് ചെയ്യേണ്ടത്. എന്നെ ഊറ്റിയെടുക്കാൻ ഞാൻ റെഡിയാണ്. നിങ്ങൾ റെഡിയാവണോ? ഞാൻ റെഡിയാണ്, നിങ്ങൾ റെഡിയാണോ? അതാണ് എന്റെ അവസ്ഥ. അതിനിപ്പോ എന്നെ ഊറ്റിയെടുത്തോണ്ടിരിക്കണേ. അയ്യോ, ഞാൻ ഇത്രയൊക്കെ തുറന്നു പറയുന്നതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത്. ഇനി എനിക്ക് ഇന്ന കഥാപാത്രം ചെയ്യണം എന്നാഗ്രഹമുള്ള ഒരു കഥാപാത്രം ഏതായിരിക്കും? അങ്ങനൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഇന്ന കഥാപാത്രത്തിനോടോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനൊന്നുമില്ല. നല്ലൊരു പരിപാടി, അങ്ങനെ ഒരു കഥാപാത്രം, നല്ലൊരു ടീമിൽ ഇൻവോൾവ് ആവണം, അങ്ങനെയൊക്കെ ആഗ്രഹം. നല്ല ടീമിൽ ആഗ്രഹമുണ്ട്. കുറെ ആൾക്കാരുണ്ടല്ലോ, കുറെ ഡയറക്ടേഴ്സ് നല്ല നല്ല പടങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എപ്പോഴെങ്കിലും പുറത്തിറങ്ങുമ്പം, അല്ലെ ആളുകളാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും, നീ നടനല്ലേ, നിനക്ക് കുറെ പൈസ ഇല്ലേ, നീയൊക്കെ രക്ഷപ്പെട്ടില്ലേ എന്ന ചോദ്യമൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടോ? അതൊക്കെ ഉണ്ട്. ഒന്ന് പറ. അല്ല, അതൊക്കെ ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഇരുന്നോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ചിരിച്ചു കളിക്കാറുണ്ട്. നമ്മുടെ ബുദ്ധിമുട്ടൊന്നും അവർ പറഞ്ഞാൽ അവര് വിചാരിക്കും നാളെ ഈ സിനിമയ്ക്ക് വരുന്ന അവരുടെ കുടുംബത്തിൽ ആരുണ്ടെങ്കിൽ ലവൻ പോയിട്ട് ഒരു കാര്യമില്ലെന്ന് പറയണ്ട, രക്ഷപ്പെട്ട് നിന്നോട്ടെ, വരുന്നവരൊക്കെ വരട്ടെ സിനിമയില്. ഇത് ഈ പറഞ്ഞ എനിക്ക് ഓർമ്മ വന്നതേ, എന്റെ കൂട്ടുകാരൻ ഗൾഫിൽ പോയി. അപ്പൊ ഇവൻ പോകാൻ നേരത്ത് ഇവന്റെ മൈൻഡിൽ പോകുന്നു, കോടികൾ ഉണ്ടാക്കുന്നു, വരുന്നു. ആശാൻ ചെന്നപ്പോ 8 നില അങ്ങ് മൂഞ്ചി, ഫ്ലോപ്പായി പോയി. ഓക്കെ, എന്നിട്ട് ഇവനെ നമ്മുടെ വേറൊരു കൂട്ടുകാരെ വിളിച്ചു ഇവൻ പറയുവാ, എടാ രക്ഷപ്പെടണം, ഇങ്ങോട്ട് വാ.
രക്ഷപ്പെടണം, അവ വന്ന് പെടണം, ഇതാണ് ഇവന്റെ ആഗ്രഹം. ഓ എന്റെ പൊന്നളവേ. ഇല്ല, ഞാൻ ഒരിക്കലല്ല പറഞ്ഞേ. അല്ല, ഞാൻ പറഞ്ഞില്ല, ഇത് ഏത് പരിപാടിക്ക് ഇറങ്ങിയാലും നമുക്കൊരു സ്ട്രഗിൾ ഉണ്ട്. സ്ട്രഗിൾ ഉണ്ട്. പിന്നെ ഏറ്റവും വലിയ സ്ട്രഗിൾ ഉള്ള ഫീൽഡാണ് സിനിമ. ഇന്ന് പോയിട്ട് നാളെ കോടികൾ ഉണ്ടാക്കാനൊന്നും പറ്റില്ല. സിനിമ അങ്ങനെ വിചാരിച്ച് വരാനേ പാടില്ല. അത്രേ ഉള്ളൂ, വരാൻ പാടില്ല. വലിയൊരു പോയിന്റ് കേട്ടോ. അവരെന്തിനാ കോടികൾ ഉണ്ടാക്കാൻ? ഇപ്പൊ പല ആൾക്കാരും, വലിയ നടന്മാരൊക്കെ ഇപ്പം വലിയ വലിയ കാറുകൾ എടുക്കുന്നു, അതാ കാണുന്നത്. ഇവൻ കാർ എടുക്കുന്നതിന് മുമ്പ് ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ഇപ്പൊ പറയാൻ നമ്മുടെ സജിൻ ഗോപു എന്ന് പറഞ്ഞ ആക്ടർ, സജിൻ ഗോപു, നമ്മുടെ ആ വയസ്സത്തിലെ, പുള്ളിക്കാരൻ എത്ര പടത്തിൽ കണ്ടു? നമ്മള് കുറെ പടത്തിൽ കണ്ടിട്ടില്ല, കുറെ പടത്തിനുണ്ട്. ചുരുളിക്കകത്തുണ്ട്. അപ്പൊ അതിനു മുമ്പ് അതല്ലാതെ തന്നെ കുറെ പടത്തിൽ, എനിക്ക് പേര് ഓർമ്മയില്ല, ജാനമനുണ്ട്. പക്ഷെ ആവേശം ഒരു പടം വന്നപ്പോഴാണ് പുള്ളിയെ കേറി പുറത്തെ ഫ്ലിപ്പ് അടിച്ച് വേറെ ആളായെ. അപ്പൊ ഇതിന്റെ ബാക്കിൽ ഒരു സ്റ്റോറി ഉണ്ട്, അതാർക്കും അറിയണ്ട. പിന്നെയാണ് ഇയാള് ഡിഫൻഡർ എടുക്കുന്നു, മറ്റേ ടൊയോട്ട മറ്റേ ലാൻഡ് ക്രൂസർ എടുക്കുന്നു. അതൊക്കെ ഇതാ ആൾക്കാർ കാണുന്നു. അപ്പൊ ഇതിന്റെ സ്ട്രഗിലൂടെ മനസ്സിലാക്കണം. അത് ഇതിനകത്ത് ഇറങ്ങിയവന് മനസ്സിലാകത്തുള്ളൂ. ഇറങ്ങി അനുഭവിച്ച് നല്ല രീതി അനുഭവിച്ച ആളേ ഉള്ളൂ. ഈ പറഞ്ഞ ഒരു മരം വെച്ച് കഴിഞ്ഞ് അത് വേറിറക്കി വെച്ചിട്ട് ആൽമരം പോലെ ആവണമെന്നുണ്ടെങ്കിൽ സമയമെടുക്കും. ക്ഷമ വേണം. ക്ഷമയാണ് സിനിമ. എല്ലാം എപ്പോഴും. ഇപ്പൊ എന്നോട് ഒരാൾ പറയണോടാ, എന്നെ അറിഞ്ഞാലും പടം അഭിനയിക്കാൻ വേണ്ടി ചെന്നൈയിൽ പോയിരുന്നു. അപ്പൊ അവിടെ ഇങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. ചേട്ടാ വെയിറ്റിംഗ് ആണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. നമുക്ക് അറിയില്ല സിനിമയാണ്. മേടാ, സിനിമ എന്ന് പറഞ്ഞ വെയിറ്റിംഗ്. ആദ്യം ഇങ്ങനെ വന്ന് കുറെ നാൾ പുറത്തിരുന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അഭിനയിച്ച് കഴിഞ്ഞ് ക്യാരവനിരുന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ പടം നന്നായിട്ട് നല്ല പടങ്ങൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം ക്ഷമമാണ്. ഫുള്ള് വെയിറ്റിംഗ് ആണ് സിനിമ, അല്ലേ? നല്ല പടങ്ങൾ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടിരിക്കണം. ഇപ്പൊ ഒരാള് വന്നിട്ട് ബ്രോ ഇത്രയും സിനിമയിൽ അഭിനയിച്ചില്ലേ, എന്റെ പേരൊന്ന് പറയാവോ, എനിക്കൊരു അവസരം തരാവോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ആ ചോദിക്കുന്ന ആളുടെ ചിന്ത എന്ന് പറയുന്നത്, നമ്മൾ വാച്ച് കിട്ടുന്നു, നല്ല ഡ്രസ്സ് ഇടുന്നു, നല്ല കാറെ പോകുന്നു, രക്ഷപ്പെട്ടു. അപ്പൊ അവരോട് എന്തോ പറയാനുള്ളത്? ചില ആൾക്കാരോട് ഞാൻ ചിലയിടത്തൊക്കെ ഞാൻ ഭയങ്കര റൂഡായിട്ട് സംസാരിച്ചിട്ടുണ്ട്. റൂഡെന്ന് വെച്ചാൽ ഞാൻ എന്താ പറയാ, ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ എല്ലാ ദിവസവും ഒരു മിക്ക ആഴ്ചയിൽ ഒരു കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ മേടിക്കും, പച്ചക്കറി മേടിക്കും. അപ്പൊ അവിടെ ഒരു ചേട്ടൻ, പുള്ളി പണ്ടുപോലെ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പുള്ളിയുടെ പച്ചക്കറി കട നല്ല വിഭവ സമൃദ്ധമായ ഒരു പച്ചക്കറി കട, എല്ലാ സാധനവും ഉണ്ടോ, സെറ്റപ്പ്. അപ്പൊ അവിടെ പോകുമ്പോ പുള്ളി കണ്ടുകഴിഞ്ഞാൽ ആക്ടറിനോട്ടൊക്കെ ഇരിക്കും പുള്ളി. അപ്പം പുള്ളി എന്നോട് ചോദിക്കും, ഓ ഏതാ പടം, നമ്മളൊക്കെ വിളിക്കട്ടാ ഇങ്ങനെ ഇടയ്ക്ക് പറയും. അപ്പൊ പുള്ളി സക്സസ് ആണ് ഓൾറെഡി പുള്ളിയുടെ ലൈഫില്. നമ്മള് ഇവിടെ വേറെ നമ്മള് സക്സസ് അല്ലാതെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തോണ്ടിരിക്കുന്ന ആളാണ്. വീണ്ടും പുള്ളി എന്നെ 3-4 പ്രാവശ്യം ചേട്ടാ ഒരു കാര്യം, നിങ്ങളെ കട പൂട്ടിട്ട് ഇതെല്ലാം വിറ്റ് കളഞ്ഞിട്ട് നിങ്ങൾ സിനിമ ഇറങ്ങും, നിങ്ങൾക്ക് സിനിമ കിട്ടും. അല്ലാതെ നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ടൊന്നും ഞാൻ പടം ഞാനോ വേറെ ആരും തരില്ല. അങ്ങനെ വേണം നിങ്ങൾക്ക് കോൺടാക്ട്സ് വേണം. ഇനി മേലാൽ നിങ്ങൾ എന്നോട് ചോദിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു, ഞാൻ അങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ച് ചോദിക്കും. ഞാൻ എന്റെ പണി കഴിഞ്ഞാൽ ഞാൻ എഞ്ചിനീയറാണ്. എന്റെ പണിയും കളഞ്ഞ് ഞാൻ ഇവിടെ വന്നിട്ട് കഷ്ടപ്പെട്ട് ഒരു സാലറി ഇല്ലാതെ പല ദിവസങ്ങളും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ പറഞ്ഞു പുള്ളിയെടുത്ത്. പുള്ളിക്ക് അത് കേട്ട് കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞു പുള്ളിയോട് വന്നു. അത് ഞാൻ അന്നേരം അത് റൂഡായിട്ട് പറഞ്ഞതെങ്കിൽ പുള്ളിയോട് പിന്നീട് ചിന്തിച്ചിട്ടുണ്ടാവും. പുള്ളി എന്നെക്കാട്ട് മൂത്തൊരു വ്യക്തിയാണ്. പുള്ളി പണ്ട് നേരത്തെ ആരുടെയൊക്കെ കൂടെ പുള്ളി വലിയ ആക്ടേഴ്സിന്റെ കൂടെ ഒക്കെ പുള്ളി ഇങ്ങനെ അഭിനയിക്കാനൊക്കെ പോയിട്ട് അങ്ങനെയുണ്ട്. അപ്പൊ അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഞാൻ ചില ആൾക്കാരെ പറയും, ഇറങ്ങി തിരിച്ചാലേ പോയി നടത്തുള്ളൂ. സിനിമ ചേട്ടാ വന്നങ്ങനെ നീ ഇറങ്ങാദ്യം, ഇറങ്ങിയിട്ട് പരിപാടി പഠിക്കുക. ഇതൊക്കെ എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു നടൻ ഏറ്റവും കൂടുതൽ അഭിസംബോധന ചെയ്യുന്ന അല്ലെങ്കിൽ അഭിമുഖിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ഒരു പടം കഴിഞ്ഞിട്ട് നമ്മളിപ്പോ വീട്ടിൽ വന്നിരുന്നാലും അടുത്ത പടം ഏതാ, പടം ഉണ്ടോ, അങ്ങനെ ചോദ്യം കുറെ നേരിട്ടിട്ടില്ലേ? അതെപ്പോഴും ചോദ്യമല്ലേ? അജയ് പലം കഴിഞ്ഞിരിക്കും, അടുത്ത പടം ചോദിക്കത്തില്ലേ? ഞാൻ ചോദിക്കത്തില്ല, ചുമ്മാ. അല്ല, അത് വേണം, ചോദിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഉള്ളിലൊരു ആദ്യമില്ലേ? ശരിയാണല്ലോ, അത് നമ്മുടെ ഉത്തരവാദിത്വം അല്ലേ? അടുത്ത പടം നമുക്ക് കൊടുക്കണം, ഉറപ്പായിട്ട്. നമ്മള് ആൾക്കാരെ എന്റർടൈൻ ചെയ്യുന്ന ആളാണ്. അപ്പൊ അടുത്ത പടം അവർ ചോദിക്കും, ഉറപ്പായിട്ട് ചോദിക്കും. അത് നമുക്ക് തലവേദനയാണെന്ന് കരുതിയാലും അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് സൂപ്പർ ഹിറ്റ് ആവുന്നു, പിന്നെ അതുവരെ കാണാത്ത അഹങ്കാരം ആ നടന് സംഭവിക്കുന്നു. അപ്പൊ ഒരു ആക്ടർ എന്ന മച്ചാനോട് ഞാൻ ഡയറക്റ്റായിട്ട് ചോദിക്കുക, ഈ അഹങ്കാരം ഉള്ളിൽ തോന്നുന്നതാണോ അതോ ഓട്ടോമാറ്റിക്കലായി പോകുന്നതാണോ? എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞത് ഒരു പക്വതയില്ലായ്മ എന്ന് പറയാതെ. തുടക്കത്തിലൊക്കെ ഒരു പക്വത ഇല്ലാതെ, അല്ലെന്നുണ്ടെങ്കിൽ പ്രായമുള്ളവരായ തന്നെ പെട്ടെന്ന് ഒരു സാധനം കയ്യിലേക്ക് വരുമ്പം ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് സമയം വേണം. അത് പതിയെ വന്ന് കയറി കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടെ നമ്മൾ അത് പ്രിപ്പയർഡ് ആയിരിക്കും. പെട്ടെന്ന്
ഇപ്പൊ ഞാനൊരു പെട്ടെന്ന് അത് സിനിമയൊക്കെ വിട്ടേക്ക് ഒരു പെട്ടെന്ന് അജിനൊരു 5 കോടി രൂപ അങ്ങ് തന്നു. ഉം. അജിന് ഒരുപാട് ഇതുണ്ട്, പക്ഷെ 5 കോടി രൂപ അജിന് ബാക്കിയും പൈസ ഉണ്ടാവല്ലോ. അതെ അതെ അജിന് അതെ. ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കത്തില്ല 5 മിനിറ്റ് കഴിഞ്ഞ് 5 കോടിയുള്ള ആറ്റിറ്റ്യൂഡ്. അജിന് എന്തൊക്കെ ചെയ്യാൻ പോകും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, കുറച്ച് എന്തായാലും ആറ്റിറ്റ്യൂഡ് വിളിക്കുന്ന ആൾക്കാർ ഇനിയിപ്പം ടെൻഷനില്ലല്ലോ, സെറ്റായില്ലേ. നമ്മൾ ഈ കഷ്ടപ്പെടുന്ന എല്ലാം പൈസക്കാ, ഇത് കിട്ടിയാൽ കഴിഞ്ഞു. അല്ല കഴിഞ്ഞല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു സക്സസ് നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ജാടയോ വിലയൊന്നും വരാൻ ചാൻസ് ഇല്ല. ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ഈ പറഞ്ഞ ആൾക്കാർക്ക് ആറ്റിറ്റ്യൂഡ് മാറുന്നത്, സംസാരം മാറുന്നത്. പല ആൾക്കാരും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ ജാട കാണിച്ച പല ആൾക്കാരും ഒന്ന് തല ഇതാക്കി വളരെ മെച്യൂർ ആയിട്ട് അവരുടെ ജാട പഴയ കാലത്തെ ഓർത്ത് അതങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ആൾക്കാരെ അതിനും വീട്ടിട്ടുണ്ടാവും ഉറപ്പായിട്ടും. അപ്പൊ അതൊരു ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ ഒരു പക്വത വന്നു കഴിഞ്ഞാൽ ഈസിലി ഹാൻഡിൽ ചെയ്യാം. പണ്ടത്തെ ജോൺ ആണോ ഇപ്പോഴും? ഞാൻ പണ്ടത്തെ ജോൺ തന്നെ, നമുക്കൊരു മാറ്റമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ തന്നെ. ഇനി നാളെ എത്ര സൂപ്പർ ഹിറ്റ് അടിച്ചാലും ഞാൻ ഇങ്ങനെ. ഇത് റെക്കോർഡിങ് കേട്ടോ. നമ്മളെന്തോന്ന് മാറാൻ, ഇതൊക്കെ എന്തെന്ന് പറയാം. അപ്പൊ ചുറ്റും ആൾക്കാർ നിൽക്കില്ലേ, നമ്മൾ മാറിക്കഴിഞ്ഞാൽ കുത്താൻ ആൾക്കാരുണ്ടോ നമ്മുടെ കൂട്ടത്തില്? ഈ പുറകിൽ നിന്നുള്ള കുത്തല് കുത്തിയിട്ടുണ്ടോ ആരെങ്കിലും? അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്ത് പുറകെ കുത്തുന്നല്ലേ, തട്ടിക്കളഞ്ഞിട്ട് പോകും നമുക്ക്. എന്നാലും ഇത്രയും ചിരിച്ചു കളിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഉള്ളിന്റെ ഉള്ളിൽ കരഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞ എന്ത് ഉത്തരം തരും? ഉറപ്പായിട്ട് കരഞ്ഞിട്ടുണ്ട്, ഉള്ളിനുള്ളിലല്ല വിട്ട് കരഞ്ഞിട്ടുണ്ട്. അല്ല അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കരയാത്ത മനുഷ്യന്മാർ. കരഞ്ഞൊരു സിറ്റുവേഷൻ പറഞ്ഞേ. ആണുങ്ങൾ കരയാൻ പറ്റില്ലേ? ആണുങ്ങളാണോ ഏറ്റവും കൂടുതൽ കരയുന്നത് എനിക്ക് തോന്നുന്നു, പെൺപിള്ളേരെ കാട്ടിലും. ആണുങ്ങളുടെ കരച്ചിലൊരു പവർ ഉണ്ടെന്നാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. കാരണം ആണുങ്ങൾ അങ്ങനെ കരയുന്നതല്ല കൂടുതലും വരും. പെൺകുട്ടികൾ, എനിക്ക് പെങ്ങന്മാരൊക്കെ ഉണ്ട്, പെണ്ണുങ്ങളൊക്കെ പെട്ടെന്ന് കരയുന്ന ആൾക്കാരാണ് ഞാൻ അങ്ങനെ പറയുന്നതല്ല, നാളെ ഒരു പ്രശ്നമാവരുത്. ആണുങ്ങൾ കരയുന്നത് വളരെ ചുരുക്കമാണ്. പക്ഷെ കരയുമ്പോൾ അമ്മ ഒരു വാവിട്ട് കരയും. ഞാനൊക്കെ വാവിട്ട് കരയാറുണ്ട്. കംപ്ലീറ്റ് കയ്യിൽ പോയിട്ട് കരഞ്ഞിട്ടുണ്ട്. കരയണം, ഇതൊക്കെ മനസ്സിൽ അനുഭവിച്ച് ഇവിടെ കയറ്റി വെച്ച് ഞാൻ ഭയങ്കര പവറുള്ള മനുഷ്യന്ന് തോന്നിട്ട് അയ്യോന്ന് തോന്നിച്ച് ഇതൊക്കെ ബ്ലോക്ക് ആവുന്ന ഈ സാധനം. ബ്ലോക്ക് ആവുന്നതിന് കരഞ്ഞു തീർക്കണം, ചിരിച്ചു തീർക്കണം. ഇതൊക്കെ ഈ ഫീലിങ്സ് ഒക്കെ ഇറക്കി കളയാനുള്ള. തുമ്മണം, ചുമക്കണം, ഇതൊക്കെ ഉള്ളിൽ കയറ്റി വെച്ച് അതൊക്കെ പ്രശ്നമാണ്. അപ്പൊ കരഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് മച്ചാൻ ഒരുപാട് കാറുകളൊക്കെ ഉണ്ടെന്ന്, കോടികളുള്ള വ്യക്തിയാണ്. എന്തോ അവരോട് പറയാനുള്ളത്? കുറച്ച് കോടി മുണ്ടുകളുണ്ട് വീട്ടില്. കാറുകളൊക്കെ നമ്മള് യൂസ് ചെയ്യുന്ന കാറുകൾ. ഇപ്പൊ ആദ്യമായിട്ട് അഭിനയിച്ച പടത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു റേഞ്ച് എത്തിയപ്പം കിട്ടിയ പടത്തിൽ നിന്ന് കിട്ടിയ പൈസയില്ലേ, അതുകൊണ്ട് ആഗ്രഹിച്ചു മേടിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? എന്റെ ആഗ്രഹങ്ങളൊക്കെ വലിയ ആഗ്രഹങ്ങളാണ്. ഞാൻ ഒന്നും മേടിച്ചിട്ടില്ല, ഒന്നും മേടിച്ചിട്ടില്ല, സീരിയസ്ലി മേടിച്ചിട്ടില്ല. എനിക്ക് നിന്റെ ആഗ്രഹങ്ങളൊക്കെ വലിയ ആഗ്രഹങ്ങളാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ആഗ്രഹങ്ങള്? പറഞ്ഞ നടക്കത്തില്ലെന്നാണ് ആൾക്കാർ പറയുന്നത്, അതുകൊണ്ടാണ് പറയാതിരിക്കുന്നത്. അതല്ലേ പറയാ അമ്പളാ. അല്ല, എന്റെ ആഗ്രഹങ്ങളൊക്കെ എന്റെ മെയിൻ ആഗ്രഹം എന്ന് പറഞ്ഞാൽ വലിയ പടത്തിൽ അഭിനയിക്കണം. നല്ല പടം, ഭയങ്കര പടം, ആൾക്കാർ ഒരിക്കലും മറക്കാം. ഇപ്പൊ KGF ആൾക്കാർ മറക്കത്തില്ല. റോക്കി ബായ് വന്നു, ഇനി ചരിത്രം എത്ര കുറിച്ചാലും പുള്ളി ഒരു പടം ചെയ്തില്ലെങ്കിൽ റോക്കി ബായ് അല്ലേ. അപ്പൊ ഒരു പടം മതി ഒരാളെ. ബാഹുബലി അപ്പൊ അങ്ങനത്തെ പടങ്ങളുണ്ടല്ലോ. അപ്പൊ അതൊക്കെയാണ് എന്റെ അൾട്ടിമേറ്റ് ആഗ്രഹങ്ങൾ. വലിയ പടത്തിൽ അഭിനയിക്കുക, ഭയങ്കര വലിയ പടത്തിൽ അഭിനയിക്കുക, ഹോളിവുഡ് പടത്തിലൊക്കെ അഭിനയിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതാണ് എന്റെ ഏറ്റവും വലിയ അൾട്ടിമേറ്റ് ആഗ്രഹം. പിന്നെ ബാക്കിയുള്ളതൊക്കെ ആഗ്രഹങ്ങളല്ലോ, നമ്മുടെ ആവശ്യങ്ങളാണ് അതൊക്കെ. വണ്ടി, എനിക്ക് കുറച്ച് പൈസ ഒക്കെ വരുമ്പോൾ നല്ല വണ്ടി എടുക്കണം, അതൊരു ആവശ്യമാണ്. അതൊരു ആഗ്രഹം കൊണ്ടാണല്ലോ ഇന്ന വണ്ടി എടുക്കണം എന്ന് ആഗ്രഹം. അല്ലാതെ ഇപ്പോ ഉള്ള ലെവലില് ഹാപ്പിയാണോ, സന്തോഷവാനാണോ? ഉറപ്പായിട്ടും ഹാപ്പിയാണ്, ഞാൻ പറയും. ഇനി മുന്നോട്ടുള്ള ജീവിതത്തില് ഇപ്പം പറഞ്ഞു എനിക്ക് അറിയപ്പെടുന്ന അല്ലെ ഒരൊറ്റ പടം വളരെ സിഗ്നേച്ചർ ആയിരിക്കണം എന്നതിൽ അഭിനയിക്കണം എന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞത്. അപ്പം മറ്റ് ഭാഷകളുള്ള സിനിമയിൽ അഭിനയിക്കുമ്പം നമ്മുടെ ഭാഷയുള്ള സിനിമയിൽ തമ്മിലുള്ള വ്യത്യാസം എന്തുവാ കണ്ടിട്ടുള്ളേ? മറ്റു ഭാഷയിൽ അഭിനയിക്കുമ്പോ മലയാളം, മറ്റേ തമിഴ്, മറ്റു ഭാഷയിൽ എന്താ, നമ്മുടെ മലയാളം എന്ന് പറഞ്ഞ ഇൻഡസ്ട്രി ഭയങ്കര ചെറുതാണ്. തമിഴ് ഇൻഡസ്ട്രി, തെലുങ്ക്, ഇപ്പൊ ഹിന്ദി ആയാലും, കന്നഡയൊക്കെ എനിക്കൊന്ന് ഏകദേശം നമ്മളെ പോലൊക്കെ തന്നെയാണ്. നമ്മളെ കുറച്ച് താഴെ എന്തെങ്കിലും ഉള്ളൂ, പക്ഷെ എന്നാലും അവരുടെ പടങ്ങളൊക്കെ മുമ്പിലല്ലേ. അപ്പൊ ആ ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു സ്കെയിൽ വലുതായിരിക്കും. അതുപോലെ തന്നെ അവർ ട്രീറ്റ് ചെയ്യുന്ന രീതി ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കില്ല മലയാളികൾ എന്ന് പറയുമ്പോൾ?
മലയാളികളുടെ കൂടെ വർക്ക് ചെയ്തിട്ട് പിന്നീട് വെച്ചിരുന്നില്ല ഞാൻ. അപ്പൊ അതുകൊണ്ട് വലിയ ഓക്കെയാണ്. പിന്നെ ആർട്ടിസ്റ്റിനെ ഭയങ്കര വാല്യൂ ആണ്. മലയാളി നടന്മാരെന്ന് പറഞ്ഞാൽ അവർക്ക് പണി അറിയാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് പണി കൂടുതലാ. നമ്മുടെ ആൾക്കാരൊക്കെ പോയി ഫഹദ് ഫാസിലൊക്കെ പോയി അവിടെ പോയി പൊളിച്ചോണ്ടിരിക്കുകയാണ്. അടുത്ത പുള്ളിക്ക് പുഷ്പ 2 അല്ലേ? അതെ. അപ്പൊ അങ്ങനെയുള്ളവർ പോയി പൊളിച്ച് സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ പുള്ളി മലയാളി, മല്ലു ആക്ടറോ, ഓക്കെ, അപ്പം എന്തെങ്കിലും മല്ലു ആക്ടറിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പരിപാടി ഉണ്ടാവും. അപ്പൊ ആ ഒരു ട്രസ്റ്റ് ഉണ്ട്, അതൊരു ഇതുണ്ട്. അത് മലയാളി ആക്ടേഴ്സിന് ഭയങ്കര കിട്ടുന്നുണ്ട്. നമ്മുടെ സിനിമ ഇപ്പൊ ടോപ്പിൽ നിൽക്കുന്ന സിനിമയല്ലേ. ഇൻഡസ്ട്രി ചെറുതാണെങ്കിലും സിനിമ ടോപ്പാണ്. മലയാളം മല്ലു ഫിലിം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ അമരന് അഭിനയിക്കുന്ന സമയത്ത് മൊത്തം നോർത്ത് ഇന്ത്യൻസ് അതിനകത്ത് അമരൻ കണ്ടിരുന്നു. അപ്പൊ അതിനകത്ത് അഭിനയിച്ചിരുന്ന ആൾക്കാർ കൂടുതലും എല്ലാവരും പല സ്ഥലം, പഞ്ചാബിൽ നിന്നുണ്ട്, ചണ്ഡീഗഡിൽ നിന്നുണ്ട്, ഹിമാചലുണ്ട്, ഡൽഹി ഉണ്ട്, അങ്ങനെ പല ആൾക്കാരുണ്ട്. ഇവന്മാരൊക്കെ നോക്കി കണ്ടോണ്ടിരിക്കുന്ന ബ്രോ വാട്സ്ആപ്പ് നെക്സ്റ്റ് മലയാളം മൂവി, ടെൽ മീ ദ മൂവി നെയിം എന്നൊക്കെ പറഞ്ഞിട്ട് അവന്മാരെ ചോദിക്കും ഏത് പടമാണ്. ഈ അമരത്തിൽ മറ്റു സ്ഥലത്ത് നിന്ന് ഒരുപാട് ആൾക്കാർ വന്നപ്പോഴും അവരുമായിട്ടൊക്കെ ബിങ്കിൾ ചെയ്യുമ്പോൾ എന്തോ അനുഭവിച്ചിട്ടുള്ളത് നല്ലതല്ലേ. കാരണം നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പുറത്തേക്ക് പോകണം, കേരളത്തിന് പുറത്തേക്ക്. നമ്മൾ കുറച്ചുകൂടി സഞ്ചരിക്കണം, ലോകം കാണണം. ഈ യാത്രകൾ ഒരു മനുഷ്യനെ ചിന്തകൾ വളർത്തുമോ? അയ്യോ, യാത്രകൾ ചിന്തകൾ മാത്രമല്ല, മനുഷ്യനെ വളർത്തും യാത്രകൾ. ഈ വട്ടക്കുളത്തിൽ കിടന്നിട്ട് കഥയില്ല, ഇറങ്ങണം, യാത്രകൾ ചെയ്യണം. ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ 200 രാജ്യമൊന്നും സഞ്ചരിക്കുന്നില്ല. ഞാൻ ആ കുറച്ച് സ്ഥലങ്ങളെ പോയിട്ടുള്ളൂ. ഞാൻ ഈ ആഗ്രഹം ചോദിച്ചില്ലേ, എന്റെ ആഗ്രഹം എത്രേ ഉള്ളൂ, ഈ സഞ്ചരിക്കണം, ട്രാവൽ ചെയ്യണം. അത് ഭയങ്കര ആഗ്രഹം, ട്രാവൽ ചെയ്യണം. വേറെ ഒന്നും ഉണ്ടല്ലോ. നമ്മൾ കുറച്ചുകൂടെ ബ്രോഡാണ്, നമ്മൾ കുറച്ച് വലിയ മനസ്സുള്ള ആൾക്കാരാവണം. ചുമ്മാ ഇവിടെ കിടന്ന് ഇത്രേ ഉള്ളൂ എന്ന് കാണരുത്. എവിടെ പോയാലും ഇപ്പം ഇവിടുന്ന് തമിഴ്നാട് മൊത്തം സിറ്റികൾ കണ്ടുണ്ടോ? പോയിട്ടില്ല. ഇല്ല. കേരളം മൊത്തം സിറ്റികൾ തന്നെ നമ്മൾ കാണുന്നത് വളരെ കണ്ടില്ല. സന്തോഷത്തോടുകൂടി അങ്ങനെ പറയുന്നില്ല. നമ്മുടെ പത്തനംതിട്ട നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട് സത്യം പറഞ്ഞ അല്ലേ. ഇല്ല, ഞാനിപ്പോ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് പത്തനംതിട്ട. ഞാൻ എപ്പം പോയാലും വെള്ളച്ചാട്ടത്തിലും പരിപാടി എന്റെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട്. ഞാൻ വെള്ളത്തിലും പുഴയിലും മറ്റേ കാട്ടിലും ഒക്കെ പോയിരുന്ന് ഇങ്ങനെ കറങ്ങി, അങ്ങനെ ഞാൻ എപ്പോഴും ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരാളാണ്. പോകാൻ പറ്റുന്നിടത്ത്. ഇപ്പൊ നമ്മുടെ സാമർത്ഥ്യം അനുസരിച്ചാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. താമസിക്കാൻ ഞാൻ എവിടെയെങ്കിലും പോകും. എന്റെ ഇന്റർവ്യൂ കഴിയുന്നവരെല്ലാം രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ ശരിക്കും രക്ഷപ്പെടണം ഉറപ്പായിട്ടും. അപ്പൊ ഇത് കഴിയുമ്പം പോക്കങ്ങ് പോട്ടെ. അതെ, ഞാൻ രക്ഷപ്പെടുമെന്നേ പറഞ്ഞിട്ടുള്ളൂ, എവിടെ പോകുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മച്ചാനെ, ഇപ്പൊ ഒരുപാട് ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പേരാണ് ഡാപ്സി അല്ലേ? നമ്മുടെ സുഹൃത്താ. പിന്നെ ഡാപ്സിയെ പറ്റി ഡാപ്സി മുത്തല്ലേ? ഡാപ്സി അടിപൊളിയാ. ഡാപ്സി പാവാണ്. ഡാപ്സി ഇങ്ങനെ പുറമേ കാണുന്ന ഈ ആൾക്കാർ പറയുന്ന ആളല്ല, എനിക്ക് തോന്നുന്നില്ല ഡാപ്സി അങ്ങനെ ഒരാളല്ല. ഭയങ്കര ഒരു നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞ ഒരാളാണ്. കുടുംബത്തിൽ പറഞ്ഞാൽ നല്ലൊരു വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഉണ്ടായ ഒരു മകനാണ് പുള്ളി. നല്ല ഫാമിലി ഉണ്ടാണ്, നല്ല സുഹൃത്തുക്കളുണ്ട്. പിന്നെ എമ്പതില്ലേ, ഈ ഉയർച്ച നിൽക്കുന്ന ആൾക്കാർക്ക് ചെറിയ സാധനം കിട്ടിയാൽ വലിച്ചിടാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ട്. അതങ്ങനാണ്, അത് നമ്മുടെ സമൂഹം അങ്ങനെയാണ്. അതിനെ തിരുത്താൻ പറ്റത്തില്ല. ഈ നമ്മുടെ മലയാളികൾ തന്നെ ഒരാളെ പൊക്കും, അവര് തന്നെ താക്കും. ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ വലിച്ചിടാക്കും. അതിനൊക്കെ ഞാൻ പറയുന്നത്, ആ ഒരു കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാ. നെഗറ്റീവേ ഉള്ളൂ. എനിക്ക് തോന്നുന്നില്ല. അപ്പം ഡാപ്സി വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. ഡാപ്സിയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാ കൂടുന്നേ? ഡാപ്സി ഞാൻ ഡാപ്സി ആക്ച്വലി രണ്ട് പ്രാവശ്യം നേരിട്ട് കണ്ടുള്ളൂ, 3 പ്രാവശ്യം കണ്ടുള്ളൂ. പക്ഷെ കണ്ടപ്പോഴൊക്കെ ഞങ്ങൾ വർഷങ്ങളായിട്ട് പരിചയമുള്ള സുഹൃത്തുക്കളെ പോലെയാണ് പെരുമാറിയത്. ഞങ്ങള് ഒരു ഗവി ട്രിപ്പ് ഒക്കെ അടിച്ചു. ഒരു ട്രിപ്പ് ഞാൻ കണ്ടായിരുന്നു ഇൻസ്റ്റയില്. പോയി ഇറങ്ങി. നല്ലൊരു മനുഷ്യനാണ്. ഞാൻ എപ്പോഴും അവനൊരു വലിയൊരു സെലിബ്രിറ്റിയെ പോലെ അവനെ കണ്ടത്. ഞാൻ എൻ്റെ ഒരു പണ്ട് പോലുള്ള ഒരു സുഹൃത്തിനെ പോലെ അവനെ ട്രീറ്റ് ചെയ്തത്. അവനെന്നെ അങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്തത്. അപ്പൊ അവൻ നല്ലൊരു മനുഷ്യനാണ്. ഈ ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ പാട്ടൊക്കെ പാടാറുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ഡാപ്സിയെ പറ്റി. ഫ്രീ ടൈമിൽ ഇരിക്കുമ്പോൾ ചുമ്മാ പാട്ടുകളൊക്കെ എഴുതും. അവൻ പാട്ട് പാടും, പാട്ട് എഴുതും. പാട്ടാണ് അവന്റെ കൂടെ, അവൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന പാട്ടുകളാണ്. പാട്ടിനെ പറ്റിയാണ്. അവന്റെ കുറെ പരിപാടി വരാനിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ സാമ്പിൾ വെടിക്കെട്ടാണ് ഡാപ്സിയുടെ. അതൊക്കെ ഇപ്പൊ ഉള്ള അവൻ നടക്കുന്നതൊക്കെ മാറും. അത് ഇടയ്ക്ക് മാറി, ഇടയ്ക്ക് വന്നു, അതൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ പറയാം, ഈ മാങ്ങയുള്ളടത്തെ കല്ലെറി എന്ന് പറയത്തില്ല. മാവുള്ള മാങ്ങയിലെ കല്ലെറി. മാവുള്ള മാങ്ങയിലെ കല്ലെറി. നമ്മുടെ മാങ്ങയൊക്കെ എങ്ങനെയുണ്ട്? നമ്മുടെ മാങ്ങയൊക്കെ ഓക്കെയാണ്. ഈ മച്ചാൻ ഒരു പാട്ടുകാരനാണോ? ഞാൻ പാടിയിട്ടുമില്ല. പാടിയിട്ടുണ്ട്. പിന്നെ
അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്റെ കൂടെ പഠിച്ച, എന്റെ 10ാം ക്ലാസ്സിൽ പഠിച്ച എന്റെ കൂട്ടുകാർക്കൊക്കെ ഓർമ്മയുണ്ടാവും. കൂട്ടുകാർക്ക് ഒന്ന് രണ്ട് കൂട്ടുകാരികളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഒരു പാട്ട് സെലക്ട് ചെയ്തു. അവിടെ പാടുക. അന്ന് ഞാൻ പാട്ട് പരിപാടി നിർത്തി. ഞാൻ 10ാം ക്ലാസ് ഞങ്ങൾക്ക് സെന്റ് ഓഫ് പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ സമയത്ത് വേറൊരു പണിയില്ല, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അന്ന് പാട്ട് പാടാം, സെന്റ് ഓഫ് ആയതുകൊണ്ട് പാട്ട് പാടാം, വേറെ പ്ലേ ഒന്നും നടക്കത്തില്ല, പാട്ട് പാടാം. അപ്പൊ ഞാനും പേര് കൊടുത്തു പാട്ട് പാടാം. കൊടുത്തും പോയി പാട്ട് പാടി പാടുന്നുള്ളൂ. അപ്പൊ ഞാൻ ഏതാ സെലക്ട് ചെയ്ത പാടെന്ന് പറയാം, ലജ്ജാവതി. ഞാൻ പറഞ്ഞില്ല കുറച്ചൊക്കെ മിമിക്രി ചെയ്യും എന്നുള്ളൊരു പരിപാടിയാണ്. അപ്പൊ ലജ്ജാവതി മറ്റേ പുള്ളിക്കാരൻ നമ്മുടെ ജാസി, അദ്ദേഹത്തിന്റെ സൗണ്ടൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് ലജ്ജാവതി എന്നൊക്കെ പാട്ടൊക്കെ പാടിയൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇതിന് വേറെ പ്രശ്നമുണ്ട്. ഇതിന് ആദ്യത്തെ സാധനം ഉണ്ടല്ലോ, എന്നൊരു കുടുംബം പറ, നീ അതോട് പാടിയ സെറ്റായിരിക്കും, നീ പാടെന്ന് പറഞ്ഞു. ഒരു ദിവസം ഒപ്പിച്ച് നേരെ കയറി ഈ സാധനത്തിൽ തുടങ്ങി കംപ്ലീറ്റ് പാളി. പക്ഷെ ബാക്കി നിൽക്കുന്ന കൂട്ടുകാർ മൊത്തം, പിള്ളേർ മൊത്തം നമ്മുടെ കൂട്ടുകാരായതുകൊണ്ട് പറയുന്നത് കൂന്നില്ല. അയ്യോ എന്റെ പൊന്നെ, എങ്ങനെയൊക്കെയോ ഞാൻ ആ പാട്ട് പാടി തീർത്തു. അന്ന് ഞാൻ അവിടുന്ന് ഞാൻ ഇറങ്ങുമ്പോ ഞാൻ കണ്ണു പറഞ്ഞ് ഇറങ്ങുന്നു, ഇനി മേലെ ചാടി പിടിച്ചിട്ട് കേറൂല. അന്ന് നിർത്തിയതാ. അന്ന് നിർത്തിയതാ. എന്റെ വൈഫൊക്കെ പറയാറുണ്ട് ഞാൻ പാടാറുണ്ടെന്നൊക്കെ. ബാത്റൂമിലൊക്കെ ചുമ്മാ പാടാറുണ്ടല്ലോ. വൈഫ് പാടുവോ? വൈഫ് സിംഗറാണ്. ഇപ്പം ഞാൻ കേട്ടുള്ളൂ, പ്രണയിക്കുന്ന പോലല്ല വിവാഹ ജീവിതം കഴിഞ്ഞല്ലേ, കുഞ്ഞുങ്ങളുമായി കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്പെഷ്യലാ. അപ്പൊ ഈ സിനിമ ഷൂട്ടിന്റെ ഇടയ്ക്ക് ഫാമിലിയോടൊക്കെ ടൈം ചെലവഴിക്കാൻ സമയമുണ്ടോ? പിന്നെ എനിക്ക് ഫാമിലിയോട് ചെലവഴിക്കാനേ സമയമുള്ളൂ. സിനിമ ഷൂട്ടിങ് കുറവല്ലേ. എന്റെ പൊന്നെ, നീ ഭയങ്കര ജെനുവിനാ കേട്ടോ, ശരിക്കും ഭയങ്കര ജെനുവിൻ. തിരിച്ച് ഞാനും ജെനുവിനാന്ന് പറ. എന്താ പറഞ്ഞു, എന്താണ്? അല്ല, അജിന്റെ പരിപാടി എനിക്ക് ഞാൻ പറഞ്ഞില്ല, അജിന് ഇപ്പം പറഞ്ഞില്ല കാര്യം. അജിൻ എന്റെ ഇന്റർവ്യൂ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു. അതെ അതെ. അപ്പൊ സാധാരണ അങ്ങനെ ആരും അയക്കാറില്ല, ഓഫീസിൽ നിന്നും ഒക്കെ വരാറുള്ളൂ. അജിൻ എനിക്ക് മെസ്സേജ് അയച്ചു, വച്ചാൽ നമുക്കൊരു പരിപാടി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഓക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ താങ്കളെ എപ്പോഴൊക്കെ അവിടെ വെച്ചാൽ കണ്ടിട്ടുണ്ട്, താങ്കളുടെ പരിപാടി എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചപ്പോൾ ഓടി വന്നത്. താങ്ക് യു. ഓക്കെ മച്ചാനെ, ക്രിക്കറ്റിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്, ക്രിക്കറ്റ് പ്ലെയർ ആണ്. പണ്ട് മുതലേ കളിക്കുമായിരുന്നോ? ഈ കളിയോടൊരു ഇഷ്ടം തോന്നിയത് എപ്പോഴായിരുന്നു? ക്രിക്കറ്റിനോട് ചെറുപ്പം പോലെ. അതായത് നമ്മള് 2 കാലിൽ എണ്ണിച്ച് നടന്നോടി ആ സമയം മുതൽ എനിക്കൊരു ബ്രദർ ഉണ്ട്, എന്റെ ബ്രദർ അജു എന്നാവേ. പുള്ളി ഇതുപോലെയാണ്. പുള്ളിയും പണ്ട് പോലെ ക്രിക്കറ്റ് കളിക്കാരാണ്. പുള്ളി ഇതുപോലെ പല ഈ ഗെയിംസിലുണ്ടായിരുന്നു, അത്ലറ്റ് ആയിരുന്നു പുള്ളി. അത്ലറ്റ് ഞാൻ ജാവലിൻ ത്രോ അങ്ങനത്തെ പരിപാടി. അപ്പൊ ക്രിക്കറ്റ് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യായിരുന്നു പുള്ളിക്കാരന്റെ പുറകെ പോയി ക്രിക്കറ്റ് പഠിച്ച്, പുള്ളിക്കാരന്റെ കൂട്ടുകാരെ കളിച്ച്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ എനിക്കൊരു ബേസ് ഉണ്ട്. അങ്ങനെ പിന്നെ അദ്ദേഹം ഇതുപോലെ ഇതിനൊക്കെ പോകും, നമ്മുടെ ടൂർണമെന്റിന് പോകും. ഇറക്ക് പ്ലെയർ ആയിരുന്നു പുള്ളിയെ പല ആൾക്കാരും ഇറക്കി വിളിക്കും. പല നമ്മുടെ നാട്ടിൽ തന്നെ ഒരു 4-5 ടീമിലേക്ക് പുള്ളി കളിക്കാൻ പോകും. പുള്ളി ഇപ്പോഴും ദുബായിൽ പല ടീമിലേക്ക് വേണ്ടി കളിക്കാറുണ്ട്. ഇപ്പോഴും ഇന്നലെയും പുള്ളി 50 ഒക്കെ അടിച്ചിരിക്കുക പുള്ളി. അപ്പൊ അങ്ങനെയുള്ളൊരു ബ്രദർ ഉണ്ടായതുകൊണ്ട് എനിക്ക് ക്രിക്കറ്റ് എന്നുള്ള സംഭവം ഓൾറെഡി വന്നു. പിന്നെ നമ്മുടെ സച്ചിൻ തെണ്ടുൽക്കർ, ദ്രാവിഡ്, ആവേശം, അവരൊക്കെ കിടക്കില്ലേ, അന്ന് കളി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ അന്ന് പോലെ ക്രിക്കറ്റ് കയറി കിടക്കും. ഇപ്പോഴും ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ക്രിക്കറ്റിനോടൊരു പ്രേമമാണ്. കളി തുടരുന്നു. ക്രിക്കറ്റ് കളി തുടരുന്നു. ക്രിക്കറ്റ് ലീഗിലൊക്കെ കളിച്ചിട്ടുണ്ടോ? നമ്മുടെ സിനിമയുടെ സിനിമയിൽ കളിച്ചു. കഴിഞ്ഞ വർഷം CCL ടീമിൽ ഞാൻ കയറി, കളിക്കാൻ പറ്റിയില്ല. അല്ലാതെ തന്നെ CCF എന്നൊരു ഫെഡറേഷൻ ഉണ്ട്, അപ്പൊ അതില് കളിക്കുന്നുണ്ട്. കഴിഞ്ഞ ടൂർണമെന്റ് ഒരു 50 ഒക്കെ അടിച്ചു. അപ്പൊ അടുത്ത ടൂർണമെന്റ് 9-ാം തീയതി വരാൻ പോകും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. 50 മാത്രം, 30 ഒക്കെ അടിക്കുമോ? 30 അടിക്കില്ല. ഈ ബ്രദറിനെ പറ്റിയുള്ള ബോണ്ട് എന്താ? ബ്രദർ എന്താ പറഞ്ഞേ, ബ്രദർ ഭയങ്കര കണക്ട് ആണ് ഞങ്ങള്. പുള്ളി എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. എനിക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്കും എനിക്കൊന്ന് പുള്ളിയുടെയും എല്ലാ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ തോന്നുന്നു. അപ്പൊ അത്രയും ബ്രദർ. ഞങ്ങൾ ചെറുപ്പത്തിൽ ഞങ്ങൾ ഭയങ്കര കീരിയും പമ്പുമായിരുന്നു. ഞങ്ങള് അടി ഉണ്ടാക്കിയ കാരണത്തിൽ മാത്രം അദ്ദേഹത്തിനെ ബോർഡിങ്ങിലേക്ക് വിട്ടു. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് ബോർഡിംഗ് ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് പുള്ളി വരുന്നത് എന്നെ വീട്ടിൽ നിർത്താതിരിക്കാൻ കാരണം ഇവനാണ്. അന്ന് ഞങ്ങൾ ഭയങ്കര ശത്രുക്കളായിരുന്നു കുറച്ചാണ്. പക്ഷെ ഒരു സമയം കഴിഞ്ഞ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പ്രായം കഴിഞ്ഞ് ഞങ്ങൾ കുറെ നാള് ഞങ്ങൾ 1 വർഷത്തോളം ഞങ്ങൾ ഒരു വഴക്കില് മിണ്ടായതുണ്ട്. വീട്ടിൽ താമസിക്കാൻ 1 വർഷം മിണ്ടിട്ടില്ല.
ഒരു വീട്ടിൽ ഒരു താമസിച്ചിട്ട് വീട്ടിൽ താമസിച്ചിട്ട് ഞാനന്ന് 9-ലോ 10-ലോ പഠിക്കാം, പുള്ളി ഡിഗ്രിക്ക് പഠിക്കാം. ഒരു വർഷം മിണ്ടിട്ടില്ല. പുള്ളിയുടെ ഫ്രണ്ട്സ് വരുമ്പോൾ ഞാൻ പോയി പറയും, അച്ഛൻ പറ എന്നോടൊന്ന് മിണ്ടാൻ പറ, ഞാൻ കൊച്ചല്ലേ, അങ്ങനെ കൊണ്ടാണ്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് അത് ശേഷം ഞങ്ങളൊന്ന് കണക്ട് ആയി കഴിഞ്ഞപ്പോഴല്ലോ, ഞങ്ങൾ കണക്ട് ആയി കഴിഞ്ഞപ്പോ ഞങ്ങള് രണ്ടും കണക്ട് ആയൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോ ഞങ്ങള് സെറ്റാണ്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്റെ ചേട്ടൻ. പിന്നെ ഓരോരുത്തരും പിടിച്ചു മാറ്റാൻ പറ്റിയിട്ടില്ലല്ലേ? മാറ്റാൻ പറ്റത്തില്ല. അപ്പൊ ആ സെറ്റ് നമുക്കുണ്ടോ? നമുക്കുണ്ടോ? ചുമ്മാ ഞാൻ ഓളത്തിന് പറഞ്ഞുള്ളൂ. ഞാനും ഓളത്തിന് പറഞ്ഞതാ. അപ്പൊ അങ്ങനെ ചേട്ടൻ ഇപ്പൊ ദുബായിലാണ്. ഇടയ്ക്ക് പോകുമ്പോൾ കാണും. അതിന് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടന്റെ ഫാമിലിയൊക്കെ നാട്ടിലുണ്ട്. ഫാമിലി സന്തോഷമായിട്ട് പോകും. ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അപ്പൊ മച്ചാനെ, ആഗ്രഹിച്ചതുപോലെ തന്നെ ഇനിയും ഒരുപാട് നല്ല സിനിമകൾ മുന്നിൽ വരട്ടെ. എത്ര സിനിമകൾ ചെയ്ത് എത്ര പൊസിഷനിൽ എത്തിയാലും ഈ ഒരു വൈബിൽ തന്നെ നിൽക്കുക കേട്ടോ. കാരണം ഞങ്ങൾ പ്രേക്ഷകരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അതാണ്. ഫാമിലി എല്ലാം തിരക്കിയെന്ന് പറയുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു. താങ്ക് യു സോ മച്ച്.